എന്തോ ആർക്കും എന്നെ അങ്ങോട്ട് ഇഷ്ടമല്ലായിരുന്നു. എന്തോ സങ്കടമുണ്ട്, ആർക്കും ഇഷ്ടമില്ലാമോ. ഡ്രഗ്സിനോട് ഭയങ്കരമായിട്ട് ഞാൻ അഡിക്റ്റ് ആയിപ്പോയി ആ ടൈമിൽ. എനിക്ക് എന്തോ ചെയ്യാൻ ഒരു ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊല്ലം സുധിയുടെ മകൻ കിച്ചു RD അവൻ ഇന്നലെ അവന്റെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ ഇട്ടു, മൈ ലൈഫ് സ്റ്റോറി എന്ന് പറയുന്നത്. അതെ, ലൈഫ് സ്റ്റോറി 20% മാത്രം. ഈ ചെറുക്കനകത്ത് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവരുടെ ജീവിതത്തിൽ ഇവർ ഇത്രമാത്രം അനുഭവിച്ചതെന്ന് നമുക്കത് കേൾക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. അവനകത്ത് പറയുന്നുണ്ട് അവൻ അനുഭവിച്ചതിന്റെ 20% മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മാതാപിതാക്കൾ വഴിപിഴച്ച് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബാഡ് പേരന്റിങ് എങ്ങനെ ഒരു കുട്ടിയെ ബാധിക്കുമെന്നുള്ളതിന്റെ ഏറ്റവും പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് കിച്ചു. അവനകത്ത് ലഹരി ഉപയോഗിക്കുന്ന കാര്യങ്ങളും അതെ, ലഹരി ഉപയോഗിക്കുന്ന കാര്യം പറയുന്നുണ്ട്. അത് വെച്ച് കുറെ യൂട്യൂബേഴ്സും കുറെ ആൾക്കാർ അവനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് അത് പറയും ഇത് പറയും എന്ന് പറഞ്ഞും കുറെ നേടിയിട്ടുണ്ടെന്നു അതും പറഞ്ഞിട്ട് ഏകാന്തത, നിസ്സഹായാവസ്ഥ എല്ലാം ആ ഒരു വീഡിയോയിൽ ആ ചെറുക്കന്റെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കൊല്ലം സുധി 3 കെട്ടി. ആദ്യത്തെ ഭാര്യ ശാലിനി, അവരിൽ ഉണ്ടായതാണ്. സുധി നല്ലവനല്ലെന്ന് നമുക്ക് ഈ ഒരു കഥയിൽ നിന്ന് മനസ്സിലാവും. മരിച്ചതിന് ശേഷം നല്ലവനായി ആണ് ഈ കിച്ചു. സ്വന്തം തള്ളയ്ക്കും ഈ പയ്യനെ വേണ്ട. ഇവർ 1.5 വയസ്സുള്ള സമയത്ത് അവര് വേറെ ആരുടെ കൂടെ ഇറങ്ങിപ്പോയി. ആലോചിച്ച് നോക്ക്, 1.5 വയസ്സുള്ള ആ ഒരു കുഞ്ഞിനെ ഇട്ടിട്ടാണ് ഇറങ്ങിപ്പോകുന്നത്. അത് കഴിഞ്ഞിട്ട് സുധി 2 കെട്ടി, 3 കെട്ടി. ഈ 3 ഗജ ഫ്രോഡുകൾ. ഒരു കുഞ്ഞും ഇതുപോലൊരു കുടുംബത്തിലോട്ട് പോയി 3 കെട്ടിയിട്ടും അവനെ സ്നേഹിക്കാനും പരിചയിക്കാനും ആരുമില്ല. ജനിക്കരുത്. ജനിച്ചു കഴിഞ്ഞാൽ അവൻ അധോഗതിയാണ്. ഇവൻ ഈ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, സ്വന്തം അമ്മ ശാലിനിയുമായിട്ട് ഈ സുധി എന്നും അടിയാണ്. ഈ കുഞ്ഞ് ഇവൻ ചെറുപ്പത്തിൽ ഇവൻ കാണുന്ന ഇതാണ്, അച്ഛനും അമ്മയും തമ്മിൽ അടി. ആ കൊച്ചു പിന്നെ എങ്ങനെ നല്ല രീതിയിൽ വളരും? അത് കഴിഞ്ഞാണ് ഈ ശാലിനി ആരുടെ കൂടെ ഒളിച്ചോടി പോകുന്നത്. അതിനുശേഷം സുധി ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തുന്നു. അത് ഈ ചെറുക്കനെയും കൊണ്ട് ആരുടെ സ്കൂട്ടർ എടുത്തുകൊണ്ട് പോയി ഏതോ ലോറിയുടെ അടി കയറാൻ ശ്രമിക്കുന്നു. ആരുടെ ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. അല്ലെങ്കിൽ അന്നേ രണ്ടുപേരും തീരേണ്ടതാണ്. ഈ കിച്ചു ജനിക്കുന്നത് തൃശ്ശൂരാണ്. തന്റെ 3ാമത്തെ വയസ്സിലാണ് കൊല്ലത്തോട്ട് വരുന്നത്. 5 വരെ അവിടെ നിന്ന് പഠിക്കുന്നു. അച്ഛന്റെ അമ്മയും ബാക്കി ആളുകളെല്ലാവരും കൂടാണ് ഈ പയ്യനെ നോക്കുന്നത്. അതിനിടയ്ക്കാണ് സുധി 2ാമത്തെ കല്യാണം കഴിക്കുന്നത്, വീണയെ. ഇടയ്ക്ക് വെച്ച് നമ്മൾ കണ്ടതാണ്. അതെ, ഒരു കോൺട്രവേഴ്സിയിൽ വന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു. വീണയും രേണുസുധിയും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ. രേണുസുധി പറയുന്നു ഇങ്ങനൊരു ഭാര്യയില്ലെന്ന്, വീണ എന്ന് പറയുന്നു ഇങ്ങനൊരു ഭാര്യ ഉണ്ടെന്ന്. ഈ 2 എന്താ പറയാ. അതെ, ഇപ്പം കിച്ചു തന്നെ പറയുന്നു അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു. അത് അവരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്ത് വിട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സുധിയുടെ മരണം മുതലെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി അത് തന്നെ. സുധിയെ മരിച്ചതിന് ശേഷം വിൽക്കാൻ വേണ്ടി വന്ന ടീമുകളിൽ ഒരാളാണ് ഈ വീണ. ഇപ്പൊ വിറ്റോണ്ടിരിക്കുന്ന ടീമാണ് രേണു. ഈ 2ാമത്തെ കല്യാണം കഴിച്ചതിന് ശേഷവും എഗെയിൻ സമാധാനമില്ല ഈ ചെറുക്കന്. ഇവൻ കാണുന്നത് എന്താണ്? അച്ഛനും അമ്മയും തമ്മിൽ അടിയ. അതുകൂടാതെ ഈ വീണയ്ക്കാണെങ്കിൽ ഈ ചെറുക്കനെ കണ്ടെടുത്ത കണ്ടുവിടാം. അവന് ഒരു തരത്തിൽ ഇവർ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അച്ഛനായിട്ട് എനിക്കൊരു കോണ്ടാക്റ്റേ ഇല്ലാതായിപ്പോ. എന്ന് പറഞ്ഞാൽ അച്ഛൻ എപ്പോഴും അവിടെ ആയിരിക്കും. ഈ വീണ എന്ന് പറയുന്നത് അവിടെ ആയിരിക്കും, വീട്ടിലായിരിക്കും. വൈകിട്ട് ഒരു ടൈമുണ്ട്, ആ ടൈമിലെല്ലാം എന്നെ ഒന്ന് കാണും. എനിക്ക് എന്തോ എന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇഷ്ടമല്ലായിരുന്നു അവർക്ക്. ഞാൻ അച്ഛനെ സുധിക്കുട്ടാന്നൊക്കെ വിളിച്ചോണ്ടിരുന്നത്. അതൊന്നും അവർക്ക് ഇഷ്ടമല്ലായിരുന്നു. എന്ത് സ്ത്രീയാണെന്ന് ആലോചിച്ച് നോക്കണം. എനിക്ക് സ്വന്തം അച്ഛനെ സുധിക്കുട്ടാന്ന് വിളിക്കുന്നത് ഇഷ്ടമല്ല. എന്തുവാടേ ഒരുപെട്ട ഈ സെക്കൻഡ് മാരേജ് കഴിക്കുമ്പോൾ കുട്ടികൾ ഉണ്ടെങ്കിൽ ആ കുട്ടികളുടെ എല്ലാവരുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. എല്ലാവരുടെ ചിലവർക്ക് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു, അറിയില്ല. ആണെങ്കിലും പെറ്റമ്മയോളം വരില്ല പോറ്റമ്മ. അവരതിന്റെ വേർതിരിവുണ്ടാവും. പക്ഷെ ഈ ചെറുക്കന്റെ കാര്യത്തിൽ വരുമ്പം പെറ്റമ്മയും കണക്കാ, വന്ന് കയറിയോളും വരും കണക്കാ, എല്ലാണോ ലോകം ഉടായി. സുധി പറയാതിരിക്കാൻ വയ്യ, സുധി ഒട്ടും നല്ല കുഞ്ഞൊന്നും അല്ല. അതെ, വെറും ഫ്രോഡായിരുന്നു. മരിച്ചതിന് ശേഷം നല്ല പിള്ളയായി. അങ്ങേയറ്റം ഉടായ്പ തന്നെയാണ് അങ്ങേര്. കള്ളു കുടിച്ചും കടം മേടിച്ചും നടന്ന് പിന്നെ കുറെ കഥകൾ കേട്ടിട്ടുണ്ട്, ഒന്നും പറയാൻ നിൽക്കുന്നില്ല. അപ്പൊ വീണയ്ക്ക് കൊല്ലം സുധിയെ ഈ പയ്യൽ ഡിറ്റാച്ച്ഡ് ആക്കണം. അതിനുള്ള പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവക്ക് 2 പിള്ളേരുണ്ട്. ആ കുട്ടികൾക്ക് തന്ത വേണം. എന്നാൽ ഇവന്റെ കാര്യം ഓർക്കുന്നില്ല. അവൻ ആ കൂടി അച്ഛൻ മാത്രമേ ഉള്ളൂ സ്വന്തമായിട്ട്. വീണ മിക്കവാറും വീണയ്ക്ക് ഒരു വർഷം പറയാനുണ്ടാവും. എന്താണെങ്കിലും ഇപ്പം പറ്റിയ സമയമാണ്, ചാടിക്കറി വരാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നു. എന്താണെങ്കിലും ഈ മാരേജും അധികം നാള് നീണ്ടുപോയില്ല. വീണയും ഡിവോഴ്സായി. അതിനുശേഷമാണ് സൂപ്പർ സ്റ്റാർ രേണുസുധിയുടെ കടന്നുവരവ്. അവങ്ങളുടെ സൂപ്പർ സ്റ്റാർ ടൈമില് ഞങ്ങൾ എറണാകുളത്ത് നിൽക്കുക, ഷൂട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇങ്ങനെ എറണാകുളത്ത് നിൽക്കുന്നു. കുറെ നാള് എറണാകുളത്ത് തന്നെ ഇങ്ങനെ നിൽക്കുക. അപ്പോഴത്തേക്കും ഒരു ദിവസം ഒരു വീഡിയോ കോളില് ഇപ്പൊ കാണുന്ന അമ്മയില്ലേ, രേണുസുധി. രേണുസുധി ആദ്യം അമ്മേനെ വീഡിയോ കോളിൽ കാണുന്ന ആ ടൈമിൽ ഭയങ്കരമായിട്ട് കമ്പനിയായി അമ്മയായിട്ട്. സൂപ്പറായിരുന്നു ആ ടൈമിൽ. അപ്പം അങ്ങനെ ഒരു ദിവസം അമ്മ ഞങ്ങൾ എറണാകുളത്ത് നിൽക്കുമായിരുന്നു. ഞങ്ങൾ ആദ്യം ഞാൻ കാണാൻ വന്ന് ഇങ്ങനെ കണ്ട് ഭയങ്കരമായിട്ട് കമ്പനിയായി. മനസ്സിലായി, അങ്ങനെ ഒരു ഭയങ്കര കമ്പനിയായി. ഇങ്ങനെ ഒരു ഇതില്ല, ഇങ്ങനെ കമ്പനിയായി. പിന്നെ അച്ഛനും ഇങ്ങനെ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു ദിവസം എൻ്റെ അടുത്ത് വെച്ച് ഇങ്ങനെ ഞാൻ കല്യാണം കഴിക്കട്ടെ
നിനക്ക് എന്താണ് പറയാനുള്ളത്? അച്ഛന് ഇഷ്ടമാണോ? ഞാൻ ഇങ്ങനെ അച്ഛന് ഇഷ്ടമാണോ നമുക്ക് ആ രീതിയിൽ പറഞ്ഞു. അങ്ങനെ രേണു സുധിയെ കല്യാണം കഴിക്കുകയാണ്. അതെ, കടന്നു വരികയാണ് നടി. പിന്നീട് അവര് കൊല്ലത്തെന്ത വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ട് കോട്ടയത്തോട്ട് മാറുന്നു. ആലോചിച്ച് നോക്കണം, ഈ ചെറുക്കൻ പിന്നെയും വഴക്കാടി. ഇത്ര പ്രായമായതേ ഉള്ളൂ. തൃശ്ശൂര്, കൊല്ലം, കോട്ടയം, ത്രികോണം പോലെ കിടക്കുന്ന 3 സ്ഥലങ്ങൾ. ഈ കോട്ടയത്ത് നിന്നപ്പോൾ ആദ്യം നല്ല രസമാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിനുശേഷം ഇവന്റെ ജീവിതം ദുരിതമായിരുന്നു. ഞാൻ, അച്ഛൻ, അമ്മ, ഋതപ്പൻ, അമ്മയുടെ ചേച്ചി, അളിയൻ, അതായത് രമ്യ ചേച്ചി, അളിയൻ, അവളുടെ 2 മക്കള്, പപ്പ, അമ്മ, ഇവരുടെ ഇത്രയും പേരുടെ ചിലവ് അച്ഛൻ ഒറ്റയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന നല്ല ബെസ്റ്റ് ഫാമിലി. ഒരുത്തനും പണിക്ക് പോകണ്ട. ഒരുത്തനെ പിഴിയാൻ കിട്ടി കഴിഞ്ഞാൽ മാക്സിമം പിഴിഞ്ഞൂറ്റിയും അങ്ങനെ ആയിരിക്കും കടവും കടപ്പടിയും ആയത് എന്ന് തോന്നുന്നു. അച്ഛന്റെ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ നിന്ന് കിട്ടുന്ന ഒരു സ്നേഹം എന്താന്ന് വെച്ചാൽ ഒരു പൈസ മാത്രമാണ് ഇങ്ങനെ കിട്ടുന്ന ഒരു സ്നേഹം എന്താന്ന് വെച്ചാൽ വേറെ ആടുത്ത് ഞാൻ അവിടെ സംസാരിക്കത്തില്ല. ഇവിടെ സ്വഭാവം എല്ലാം ഒരുമാതിരി സ്വഭാവം ഇവിടെ അവിടെ ജോലിക്ക് പോകത്തില്ല. അതിന് ഈ കൊല്ലസുദ്ധി എല്ലാ തരത്തിലും ഫെയിലാണ്. ഒരു അച്ഛൻ എന്ന നിലയിലും ഒരു ഭർത്താവ് എന്ന നിലയിലും ഏതൊക്കെ നിലയിൽ പുള്ളി എടുത്ത് നോക്കിക്കഴിഞ്ഞാലും പുള്ളി പരാജയം, വൻ പരാജയം. ഇതിന് ശേഷമാണ് ഇവൻ ഡ്രഗ്സിലോട്ട് പോകുന്നത്. അത് ഈ കോട്ടയത്ത് വന്നതിന് ശേഷം ഇങ്ങനെ കൂട്ടുകാരൊക്കെ ആയി കുറച്ച് എന്താ പറയണ്ട, കുറച്ച് ബാഡ് ഹാബിറ്റ്സ് ഒക്കെ തുടങ്ങി. കുറച്ച് ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി ഞാൻ. പിന്നെ അന്ന് വലിയ ഇതില്ലാതെ അങ്ങനെ പൊക്കും, വലിയ ഇതൊന്നും ഇല്ല, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ അത്ര അഡിക്റ്റഡ് ഒന്നും ഇല്ലായിരുന്നു, ഇങ്ങനെ പൊക്കോണ്ട് വെക്കുന്നു. താൻ ഡ്രഗ്സ് യൂസ് ചെയ്യുമായിരുന്നു എന്ന് ഒരുത്തനും അങ്ങനെ വന്ന് പബ്ലിക്കായിട്ട് ഇതുപോലെ ഒന്നും പറയത്തില്ല. അതെ, പറയേണ്ടതിന്റെ കാരണം ആരെങ്കിലും ഒക്കെ ബ്ലാക്ക് മെയിൽ ചെയ്താണ്. അവൻ തന്നെ പറയുന്നു കുറെ പേര് ബ്ലാക്ക് മെയിൽ ചെയ്തു എന്ന്. ഈ കാര്യം പറഞ്ഞ അവൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞ് അടിച്ചു അമർത്തി വെക്കോ എന്നൊക്കെ പറയുന്നുണ്ട്. മോനെ, അതിന് നിന്റെ ചങ്കുറ്റം സമ്മതിച്ചു തന്നിരിക്കുന്നു. നീ ഇൻട്രോവേർട്ട് ആണെന്നും പറഞ്ഞിട്ടാണ് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ നിന്റെ ഉള്ളിൽ ഒരു ഫയർ ഉണ്ട്. അത് സ്നേഹം കൊണ്ട് എന്തായാലും കിട്ടിയതല്ല, നിന്റെ ദുരിതത്തിൽ നിന്ന് നിനക്ക് കിട്ടിയതാണ്. അതുകൊണ്ടാണ് നിനക്ക് ഇപ്പൊ ഇതൊക്കെ വന്നിങ്ങനെ പറയാൻ തന്നെ തോന്നുന്നത്. കാര്യം ഇവൻ ഇനി അനുഭവിക്കാൻ വേണ്ടിയിട്ട് ബാക്കിയൊന്നുമില്ല. ഇത്ര ചെറുതിലേ അനുഭവിച്ചു തുടങ്ങിയവനാണ്. ചെറുപ്രായത്തിലാണെങ്കിൽ അത്രയും അനുഭവിച്ച് ഒരു തോൽവിയായിട്ടുള്ള തന്തയും അമ്മയുടെ റോൾ വന്ന് നാടകം കളിച്ചിട്ട് പോയ 3 അവളുമായി ഇത്രയും അനുഭവിച്ച് പയ്യൻ ഡ്രഗ്സ് യൂസ് ചെയ്തില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ഏറ്റവും ബാഡ് പേരന്റിംഗിന്റെ ഏറ്റവും വലിയ വിക്ടിം ആണ്. ക്യാഷ് കൊടുത്താൽ എല്ലാം ആവും. തന്തയ്ക്ക് തന്തയും സ്നേഹത്തിൽ സ്നേഹം തന്നെ വേണം. ഇവർ തന്തയിൽ അളവില്ലാത്ത അവസ്ഥ. ഏത് കാരണത്താലാണെങ്കിലും ഡ്രഗ്സ് യൂസ് ചെയ്യാൻ തെറ്റാണ്. പക്ഷേ ചെറുതെ എങ്ങനെ പഠിക്കും നമ്മൾ? ഇവരെ കുറ്റപ്പെടുത്താൻ പറ്റും? ഒരു തരത്തിലും കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഇവൻ ഏതെങ്കിലും രീതിയിൽ വഴുതി പോയിട്ടുണ്ടെങ്കിൽ ഇവന്റെ അച്ഛനും ഇവന്റെ അമ്മമാരുമാണ് അല്ലെങ്കിൽ ഇവന്റെ ചുറ്റുപാടാണ് അതിന് കാരണം. ഒരു കുഞ്ഞും ഇങ്ങനെ ഒരു ചുറ്റുപാട് ജീവിക്കരുത്. ജീവിച്ചു കഴിഞ്ഞാൽ വഴി 100% നീ രേണുവിനെ പറ്റി പറയുന്നത്. രേണു ട്രീറ്റ് ചെയ്യുന്ന രീതിയെ പറ്റി അവിടെ കേൾക്കും. അപ്പം ഒരു ദിവസം അച്ഛൻ വന്നിട്ട് പറഞ്ഞു, നാളെ ഷൂട്ടുണ്ട്, ഒരു ഫ്ലവേഴ്സിന്റെ പ്രോഗ്രാം ഉണ്ട്, നീ വരണ്ട, അച്ഛനങ്ങ് പൊക്കോളാം. അമ്മയ്ക്ക് അതും ഇതൊക്കെ ഓരോ പ്രശ്നങ്ങളായിരുന്നു. എന്നെ കൊണ്ടുപോകുന്നത് ഷൂട്ടിന്, ഞങ്ങൾ 2 പേരും പോകുന്നത്, അതൊന്നും അമ്മയ്ക്ക് അങ്ങനെ വലിയൊരു താല്പര്യമില്ലാത്ത സംഭവമൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ അടിക്കുണ്ടായിട്ടുണ്ട്. എന്തോ ആർക്കും എന്നെ അങ്ങോട്ട് ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ ഒരു അട്ടായി പോയിരുന്നു. അങ്ങനെ അപ്പോഴും എനിക്ക് എന്തെങ്കിലുമൊക്കെ എൻ്റെ വിഷമങ്ങളാണേലും എന്തെങ്കിലും പറയാനായിട്ടാണെങ്കിലും എനിക്ക് വിളിക്കാനായിട്ടും അച്ഛനെന്നൊരാൾ ഒരാളുണ്ട്. എനിക്ക് എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ, എനിക്ക് എന്തൊക്കെ വിഷമമുണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് ഒരാളെ വിളിക്കായിരുന്നു. അച്ഛൻ എന്തൊക്കെ ചെയ്താലും ഈ വിളിക്കായിരുന്നു. ഈ ഇവളൊക്കെ വന്നിട്ട് ഈ വീഡിയോയ്ക്കകത്ത് സ്നേഹം ഒഴുക്കുന്ന കാണുമ്പോഴുണ്ടല്ലോ, അഭിനയത്തിൽ ഓസ്കാർ കൊടുക്കണം. നമ്മൾ ഫ്രണ്ട്സാ, എന്നിട്ട് സ്വന്തം അച്ഛന്റെ അവിടെ പോകാനതിന് പ്രശ്നം. ഈ നാണവും മാനവും ഉളുപ്പില്ലാത്തവളാണെന്ന് അറിയാം. ഇനി ഇവളൊക്കെ താങ്ങി നടക്കുന്ന കുറെ നാളുണ്ട്. ഇനിയെങ്കിലും മനസ്സിലാക്കുക. ഇനിയെങ്കിലും അവളെ വെളുപ്പിക്കുന്ന ഒന്ന് മനസ്സിലാക്കുക. രേണുസുധി എന്ന് പറയുന്ന വ്യക്തി അത്ര ഫേക്ക് ആണ്. ഈ ഫ്ലവേഴ്സിൽ 3 വന്ന എപ്പിസോഡ് ആ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. രേണുസുധി ഇന്നും തുടങ്ങിയ അഭിനയമല്ല, അന്നേ തുടങ്ങിയ അഭിനയമാണ്. ആദ്യത്തെ റിലേഷൻഷിപ്പിലുള്ള മോനാണ് അതെ രാഹുൽ. അല്ല, ഇത് പറയുന്ന പുള്ളിക്കാരിക്ക് ഇഷ്ടമല്ല. കാരണം പുള്ളിക്കാരിയുടെ മൂത്ത മോന. അതെ മൂത്തവൻ എന്തൊക്കെ അഭിനയ. അന്ന് കയ്യടിയൊക്കെ മേടിച്ചിട്ട് പോയി. ഇന്ന് വന്നത് പറയൂ അതുപോലെ മൂത്ത മോന. സുധിയൊക്കെ അങ്ങ് തള്ളി മറിക്കുകയാണ്. ഫ്രണ്ട്ഷിപ്പായി. പിന്നെ സൂചിച്ചേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. സൂചിച്ചേണ്ടുമായിട്ട് സ്നേഹമായി. കിച്ചുവിനെ എൻ്റെ സ്വന്തം മോനെ പോലെ തന്നെ കണ്ടു. അവൻ എന്നെ അമ്മയെന്ന് വിളിച്ചു. ഇപ്പോഴാണെങ്കിൽ അമ്മയെന്ന് പോയിട്ട് കുഞ്ഞമ്മയെന്ന് പോലും വിളിക്കത്തില്ല. അത് മതി. ആ രീതിയിലുള്ള പരിപാടികളാണല്ലോ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം പിന്നെ എന്നെക്കാളും ഇപ്പൊ ഇവര് രണ്ടിനാണ് അവർക്കിഷ്ടം. അപ്പായ്ക്കും അമ്മയ്ക്കും ചേച്ചിക്കും. അപ്പനും അമ്മയ്ക്കും ചേച്ചിക്കും ഒക്കെ ഇവരാണ് ഇഷ്ടം. കാരണം എന്ന് പറഞ്ഞാൽ പണിക്കൊന്നും വേണ്ടല്ലോ, വീട്ടിൽ കയറി ഇങ്ങനെ കിടക്കാമല്ലോ. ചുതി കണ്ടു കൊടുക്കും എല്ലാവർക്കും. എന്തൊക്കെ കേൾക്കണം. കിച്ചുവിനെയും സുധിയെയാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇഷ്ടം. ആ ചെറുക്കനാണ് കുറച്ചു നിന്ന് പറഞ്ഞത്, എന്നെ ഒരു മനുഷ്യർക്കും ഇഷ്ടമല്ല. ഇതൊരു TV ഷോ ആണ് ഗൈസ്. വെറും ഷോ ആണ്. എല്ലാം അട്ടർ ഫേക്ക് ആണ്. ഓക്കെ, സോ റിയൽ അല്ല റിയൽ ലൈഫ് എന്ന് മനസ്സിലാക്കുക. വീണ്ടും
ഷോയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ പറയണം. ആ സമയത്ത് വന്നിട്ട് വേറെ പറയാൻ പറ്റത്തില്ലല്ലോ. ഇതാ തന്നെ രേണു സുധി തുടങ്ങിയ അഭിനയമല്ല, അന്നേ തുടങ്ങിയ അഭിനയമാണ്. സുധിയെ ചില മറ്റേ ഭയങ്കര ഇഷ്ടമായിരിക്കും സമയത്ത്. കാരണം സുധിയുടെ ആണല്ലോ ജീവിക്കുന്നത്. അപ്പോൾ പിന്നെ ആ സമയത്ത് സുധിയെ വലിയ കാര്യമില്ല. ഇതിനുശേഷമാണ് സുധി ആ കാർ ആക്സിഡന്റിൽ മരിക്കുന്നത്. ആ സമയത്തും ഈ ചെറുക്കൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇങ്ങനെ അനുവാണ് ഫ്ലവേഴ്സിന്റെ ഡയറക്ടറാണെന്ന് പുള്ളിയാണ് വിളിച്ച് പറയുന്നത് പോലെ പോയെന്ന്. അത് ഇവരെ വിശ്വസിക്കാൻ പറ്റുന്നത് പ്രാങ്ക് ആണെന്നുള്ള രീതിയിലേക്ക് ഇരിക്കണം. ഇവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അവരെ കംപ്ലീറ്റ് ചെയ്തും ബാലൻസ് പോയിട്ട് ഇവൻ അച്ഛനെ കാണാൻ വേണ്ടി വണ്ടിയിൽ പോകാണ്. ആ പോകുന്ന വണ്ടിക്കകത്ത് ആളുകൾ വലിയ ജിൽ ഡിസ്കോ മോഡിലാണ് പോകുന്നതെന്നാണ് അതെ 5 സ്റ്റാർ ഹോട്ടലിൽ വെള്ളമടി പയ്യൻ പറയുന്നത്. എനിക്ക് സമാനം കിട്ടുള്ളൂ. എനിക്ക് ചെല്ലണം കാറിങ്ങനെ പോകൊണ്ട് തന്നിട്ട് ഇവര് അടിച്ചുപൊളിയാ പോകുന്ന വഴിക്ക്. ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുക, എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. എനിക്ക് എന്റെ മനസ്സിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് എന്തോ ചെയ്യും. മുതപ്പനെ ഞാൻ ഇങ്ങനെ നോക്കും. ഇതൊക്കെ ഭ്രാന്തി എനിക്ക് എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. സ്റ്റക്കായി ഇങ്ങനെ നിൽക്കുക. എന്തോ അങ്ങോട്ട് എങ്ങനെ ഒന്നും അറിയത്തില്ല. ഞാൻ നിൽക്കുക. ഇവര് 5 സ്റ്റാർ ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കുന്നുണ്ട്. തുപ്പലാക്കാൻ പറ്റുന്നില്ല എനിക്ക്. ഒന്നും വേണ്ടാതെ എനിക്ക് അങ്ങോട്ട് തുടങ്ങി എനിക്കൊന്നും റെസ്പോൺസ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് ഒന്നിനോടൊന്നും ഭയങ്കരമായിട്ട് ഒറ്റ ഇങ്ങനെ എന്തോ ആയിപ്പോയി. ഞാൻ ഹോട്ടലിൽ കയറുന്നു, ഫുഡ് കഴിക്കുന്നു, വീണ്ടും പോകുന്നു. ആശുപത്രി എത്തുന്നവരെ ചിന്തിക്കുന്നത് ഒരു പ്രാങ്ക് എന്നായിരിക്കണം, അങ്ങനെ എന്തെങ്കിലും കാര്യമാണ്. പക്ഷെ പോകുന്ന വഴിക്ക് ഒരു ന്യൂസിനകത്ത് കണ്ട് പക്ഷെ എനിക്ക് അപ്പോഴും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തോ നേരെ ചെന്ന ആദ്യച്ഛനെ അവിടെ കണ്ട് ഇങ്ങനെ അത് ഒരു ആൾക്കാർക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് ഒരു റൂം ഞാൻ തുറന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു തുണി ഇങ്ങനെ മാറ്റി കാണിച്ചു. അപ്പം ബൈ മനസ്സിലായി. എന്നിട്ട് എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങോട്ട് എന്തോ ഇതാവും. ഞാരുണ്ട് എന്തിനു വിളിക്കും അങ്ങനെ നിൽക്കാൻ അനുഭവം പറ്റുന്നുണ്ടാ. അങ്ങോട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കിക്കോളാം, ഇതിന്റെ പരിപാടികളെല്ലാം നോക്കിക്കോളാം, എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അവരതൊക്കെ ചെയ്യുന്നു. ഇതിന്റെ ഇടയ്ക്കാണെങ്കിൽ കൊല്ലത്ത് കൊണ്ടുപോകണം അങ്ങനെ ഒരു പ്രശ്നം വരുന്നത്. അതിന്റെ ഇടയ്ക്ക് ഈ വണ്ടി ഇരിക്കുന്നവരാണെങ്കിൽ കൊല്ലത്തുകൊണ്ടുവരാനായിട്ട് സമ്മതിക്കുന്നത് പള്ളിക്കാർ എന്റെ കൂടെ ഇരിക്കുന്ന മൊത്തം കുറേ പള്ളിക്കാരാണെങ്കിൽ അമ്പലക്കാരാണെങ്കിൽ വിവരകെട്ടവന്മാരാണ്. അളിയുണ്ടായിരുന്നു പറയുന്നുണ്ടാവും ആ വണ്ടിയിൽ. എന്നാലും ഞാൻ ആലോചിക്കുന്നത് എന്ത് വിവരം കെട്ടവന്മാരാണ് ഇവന്മാര്. ഒരാൾ മരിച്ച് ആ വ്യക്തിയെ കാണാൻ വേണ്ടി പോവാണ്, അതും അയാളുടെ മകനെയും കൊണ്ട്. അപ്പം വലിയ DJ മോഡിലാണ് പോകുന്നത്. 5 സ്റ്റാർ ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കുന്നു. ആ മഹത് വ്യക്തികളെ ഒന്ന് കാണിച്ചു കഴിഞ്ഞായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അത് തന്നെ എന്തൊക്കെയാണ് ഇവിടെ ഒരാള് വിഷമിച്ച് തുപ്പലും ഇറക്കാൻ പറ്റാതിരിക്കുമ്പോഴാണ് കൂടെയുള്ളവര് ജിൽ മോഡിൽ പോകുന്നു. ആധാരബന്ധത്തിൽ കിടക്കുന്ന ചെറുപ്പെട്ടാണ് ചേർന്ന് നോക്കാൻ കൊടുത്തായിരുന്നു. എന്നിട്ട് അവിടെയും പോയി ഉണ്ടാക്കിയത് വല്ല താമസം ചെറുക്കാൻ ചെയ്യും. സീരിയസ്ലി ഒരു തരത്തിലും ഈ ഓനെ സമ്മതിക്കണം. അവരെ ഇത്രയും സർവൈവ് ചെയ്തല്ലോ. സുഖം പറഞ്ഞാൽ പിന്നെ ഡ്രഗ്സിന്റെ ഇതൊക്കെ കൂടി എല്ലാം കഴിഞ്ഞ് ഒറ്റയ്ക്കായി. ആ ടൈമിൽ ആദ്യമൊക്കെ അമ്മ എല്ലാവർക്കും ഭയങ്കര സ്നേഹമായിരുന്നു എന്നോട്. ആ ടൈമിൽ അച്ഛൻ വെച്ച ടൈമിൽ ഞാൻ വെച്ച് ഒരു സ്നേഹം ഇങ്ങനെ കിട്ടുന്നുണ്ട്. എന്തോ എല്ലാ കാര്യത്തിനും എൻ്റെ കൂടെ ഇങ്ങനെ ആൾക്കാരുണ്ട്. പക്ഷെ അത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതും ഇല്ല. എനിക്കെന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല സത്യം പറഞ്ഞാൽ. ഡ്രഗ്സിനോട് ഭയങ്കരമായിട്ട് ഞാൻ അഡിക്റ്റ് ആയിപ്പോയി ആ ടൈമിൽ. എനിക്ക് എന്തോ ചെയ്യണം. ഒരു ഒറ്റയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ അച്ഛനായിട്ട് ഞാൻ കുറച്ച് ഇങ്ങനെ പണ്ട് അടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് അതൊക്കെയായിരുന്നു എൻ്റെ ഒരു ടൈമിൽ കണ്ണടയ്ക്കാം. എനിക്ക് രാത്രി ഉറക്കമില്ല. എനിക്ക് ഇങ്ങനെ തന്നെ ഇരിക്കും. കണ്ണടച്ചു കഴിഞ്ഞാൽ അച്ഛൻ്റെ മോഹമൊക്കെ ആയിരുന്നു. ഇവനും അച്ഛനും തമ്മിലുള്ള വഴക്കിനെയൊക്കെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. അതിനെ കൂടുതൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ദൂരത്തിലോട്ട് ഇറ്റലിയാണേ. ഇതിനുശേഷം ഈ ചെറുക്കൻ എന്തോ റബ്ബറിന്റെ പണിക്ക് പോയ സമയത്ത് കൊല്ലത്തുള്ള വലിയ വിളിച്ച് വീഡിയോ കോളിൽ റബ്ബറിന്റെ പണി നടക്കുക. അവർ ഭയങ്കര വിഷമം തോന്നി. അവർ കാര്യം വെള്ളം വെച്ചിട്ടാണ് അവൻ കൊല്ലത്ത് വന്ന് നിൽക്കാൻ പറയുന്നത്. അവൻ കൊല്ലത്ത് പോകാൻ കൊല്ലത്തിന് ശേഷം നല്ല സുഹൃത്തുക്കൾ കിട്ടുന്നത്. ഇവരുടെ ദൃശ്യങ്ങളെല്ലാം ആ സമയത്ത് മാറ്റി. ഈ ഡ്രഗ്സ് യൂസ് ചെയ്യാൻ കാരണം സുഹൃത്തുക്കളായിരുന്നു, അത് മാറ്റാൻ കാരണം സുഹൃത്തുക്കളാണ്. അപ്പോൾ നല്ല സുഹൃത്തുക്കൾ കിട്ടി കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ പറ്റും. എനിക്ക് തോന്നുന്നു ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു സ്നേഹം എന്താണെന്ന് അറിയുന്നത് ആ സുഹൃത്തുക്കളിൽ നിന്നാണ്. ഇപ്പോൾ ഈ കാര്യങ്ങൾ എന്തുകൊണ്ടെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറെ ആളുകൾ ഇതൊക്കെ ആയുധമായിട്ട് യൂസ് ചെയ്യുന്നത്. പല വീഡിയോ ഇവൻ കഞ്ചാവാണ് അല്ലെങ്കിൽ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതാണ് എന്നൊക്കെ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു. മറ്റൊരു പറഞ്ഞാൽ അതിനേക്കാൾ ഭേദം സ്വന്തമായിട്ട് വന്നതെന്ന് പറയുന്നത്. ഇടയ്ക്ക് വെച്ച് കിച്ചു നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇവന്റെ വീഡിയോസ് നല്ല യൂസ് ഉണ്ടായിരുന്നു. പല ആളുകളും കമന്റ് ബോക്സിൽ സ്വന്തം മോനെ പോലെ കരുതിയാണ് കമന്റ് ഇടാറുള്ളത്. പക്ഷേ അത് കഴിഞ്ഞ് കുറേ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായതിനു ശേഷം പ്രത്യേകിച്ച് അതുമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടായതിനു ശേഷം ഈ ചെറുക്കൻ നല്ലൊരു നെഗറ്റീവ് ആ പഴയ സപ്പോർട്ട് ഒന്നും പിന്നെ വീഡിയോസ് ഒന്നും കിട്ടാറായി. എനിക്ക് അതുകൊണ്ട് കാര്യം ഞാൻ ഇങ്ങനെയാണ് എന്ന് ജനങ്ങൾ അറിയണം എന്ന് വിചാരിച്ചായിരിക്കണം അവനിപ്പോൾ ഈ കാര്യങ്ങൾ വന്നിട്ട് പറയുന്നത്. മറ്റൊരാൾ വന്ന് പറഞ്ഞ് എക്സ്പോസ് ചെയ്യുന്ന പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അങ്ങനെ പറയുന്നതിനേക്കാൾ ഭേദമാണല്ലോ സ്വന്തമായിട്ട് നമുക്ക് പറ്റിയ തെറ്റുകൾ ഏറ്റു പറയുന്നത്. അവർ ജനുവനായിട്ടായിരിക്കണം അങ്ങനെ പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ വലിയ കൊടുകൂടി ഉടായ്പ സാധിക്കും. പിന്നെ എനിക്ക് തോന്നുന്നില്ല പിന്നെ അത്രയ്ക്ക് ഉടായ്പ കാണിക്കാനുള്ള ബുദ്ധിയൊക്കെ ഉണ്ടെന്ന്. അവൻ ജീവിതത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ വന്നിട്ട് പറയുന്നത്. ഇപ്പോൾ മാറ്റാണെങ്കിൽ ഒന്ന് പെടയും. ഒരു മനുഷ്യനും അല്ലെങ്കിൽ ഒരു കുഞ്ഞും ഇങ്ങനെ അനുഭവിക്കണം തോന്നിക്കും. ഞാൻ രേണുവിനെ പറ്റി പറയുന്നുണ്ട് അവസാനം. അത് നമ്മളൊട്ടും കണക്ഷൻ ഇല്ല. വെറുതെ ഒരു അമ്മ ഇങ്ങനെ എന്തെങ്കിലും ആവശ്യമെങ്കിൽ വിളിക്കുമ്പോൾ അതല്ലാതെ രേണുവിനെ ഒരു അമ്മയായിട്ട് പോലും കണക്കാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർക്ക് അമ്മയെന്ന് പറയുന്ന ഒരു സ്ഥാനത്തേക്കാൻ ഒരു യോഗ്യതയില്ല. സ്വന്തം കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിന്റെ കാര്യത്തിൽ പോലും എനിക്ക് തോന്നുന്നില്ല അവർ നല്ല മതമാണ്. അപ്പോൾ പിന്നെ കിറ്റുവിന്റെ കാര്യം കാര്യമില്ലല്ലോ. ഈ ചെറുക്കന്റെ ജീവിതം ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഉത്തരവാദി കൊല്ലം സുഖിയാണ്. പുള്ളിയുടെ ചെയ്തികളാണ് 3 കെട്ടിയിട്ട് 3 ഫ്ലോപ്പ് ആയി പോയി. കുറച്ചുകൂടെ കഴിയുന്നെങ്കിൽ അദ്ദേഹം മനുഷ്യരായിരുന്നു. ഒരു രേണുസുഖിനെയും ഡിവോഴ്സ് ചെയ്താൽ പിന്നെ ആ കൂടി രേണുസുഖിയുടെ ഒരു പോസിറ്റീവ് കാര്യം ഈ പയ്യൻ പറയാനാണോ അത് മറന്നു എന്നറിയില്ല. രേണുസുഖിയായിട്ട് തല്ലുമായിട്ടുള്ള കാര്യം പറയുന്നത്. ബാക്കി 2 അമ്മമാരുമായിട്ടും വീണായിട്ടും ശാലിനിയായിട്ടും മുട്ടടിയായിരുന്നു എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇവരെ പേഴ്സണലി പല ആൾക്കാർ നമ്മളെ കോൺടാക്ട് ചെയ്ത് പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് മുമ്പ്. ഈ രേണുസുഖിയെ കത്തിച്ച സമയത്ത് അന്ന് പലരും വന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ രേണുസുഖിയുടെ നല്ല വഴക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നതാണ്. അതൊക്കെ നമുക്കറിയില്ല ശരിയാണോ ഇല്ലെന്നുള്ളത്. മറ്റൊരാളൊന്നും പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് അത്ര വിശ്വാസയോഗ്യമാണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ഞാനത് ശരിയാണെന്ന് പറയാൻ നിൽക്കുന്നില്ല. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞു മാത്രം. ഇവൻ ഇങ്ങനെ വന്നത് കൊല്ലത്തിൽ മരിക്കുന്നതിന് തലേ ദിവസം
ഉണ്ടാക്കി പറയുന്നത് സീരിയസ്ലി. സോ എന്തായാലും ഞാനത് വിശ്വസിച്ചില്ല. വാട്ടെവർ എന്തോ ആയിക്കോട്ടെ. എനിക്കൊരു കാര്യം പറയാനുള്ളൂ, നിങ്ങൾക്ക് പ്രാപ്തി ഇല്ലെങ്കിൽ ഉണ്ടാക്കാൻ നിൽക്കരുത്. ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നല്ലൊരു നോക്കണം. അല്ലാതെ ഒരു കുഞ്ഞിന് ജീവൻ നൽകിയിട്ട് അതിന് ഈ ഭൂമിയിലിട്ട് നരയ്ക്കാൻ കൊടുക്കരുത്. ഇപ്പോൾ നിലവിലുള്ള പേരൻസ്, നിങ്ങളുടെ പേരന്റിംഗ് മോശമാണെങ്കിൽ കിച്ചുവിന്റെ പ്രായത്തിലുള്ള പിള്ളേർ ഏത് രീതിയിലൊക്കെ വഴിതെറ്റി പോകാമെന്ന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നിങ്ങളുടെ അതെ നിങ്ങളുടെ മുന്നിൽ ഇവിടെ ഒന്ന് പറഞ്ഞത്. ഡ്രഗ്സ് യൂസ് ചെയ്ത് വരെ പോയി, അത്രയും ട്രാജഡി ആയി പോയില്ലേ. പൈസയോ ഫെസിലിറ്റീസോ കമ്പ്യൂട്ടർ ഫോണോ എന്ത് മാങ്ങാത്തിലും കൊടുത്തിട്ടും കാര്യമില്ല. അതല്ല പേരന്റിങ്. അച്ഛനായിട്ടും അമ്മയായിട്ടും സ്നേഹം കൊടുത്ത് അവരെ അറിഞ്ഞു വളർത്തണം. കിച്ചുവിന്റെ കാര്യത്തിൽ അവന് ഒന്നും കിട്ടിയിട്ടില്ലെന്നാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു സുധിയുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെയോ രീതിയിൽ പുള്ളി കുറച്ച് ടൈം ഇവന് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതല്ല അതെ, അതുകൊണ്ട് ആ ഓർമ്മകളിൽ ഇപ്പോഴും ജീവിക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത്. എന്തായാലും ട്രാജഡി ആയിപ്പോയി അവന്റെ ഒരു ജീവിതം കേട്ടപ്പോൾ. ആരൊക്കെയോ യൂസ് ചെയ്യുന്നുണ്ടോ അവനെ. ഓക്കെ, നിന്റെ ആ കഥ പറയും ഈ കഥ പറയും എന്നൊക്കെ പറഞ്ഞ് ആരൊക്കെ ഭീഷണിപ്പെടുത്തുക എന്തൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അവ ഇതിൽ തന്നെ എല്ലാം തുറന്നു പറഞ്ഞത്. ഇതോടുകൂടെ എങ്ങനെ തീരട്ടെ. ഇത് വലിയ കാര്യമൊന്നുമില്ല ഗൈസ്. ഇനി അവന്മാരെങ്ങനെ ഭീഷണിപ്പെടുത്തും ഒന്ന് കാണണമല്ലോ. ഓക്കെ, സോ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഇതിൽ മികച്ച അടിപൊളി വീഡിയോയുമായി അടുത്ത് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യണം, ഹൈപ്പ് ചെയ്യണം. ഓക്കെ, അപ്പം നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ.